എത്തിയല്ലോ. എവിടെ? നാളെ കാണാനല്ല. ഇവിടെ എടോ തന്റെ കാര്യല്ലടോ. പിന്നെ തന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പോയോന്നല്ലേ ചോദിക്കുള്ളൂ. പിന്നെ അതോ ചോദിക്കോ? ഞാൻ സുഗന്ധാന്റിയുടെ കാര്യം ചോദിച്ചത്. സുഗന്ധാന്റി വരാൻ പോകുന്നല്ലേ ഉള്ളൂ. ആട്ടെ, തന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? പിച്ചക്കാരിയോ? പിച്ചക്കാരല്ലടോ, തന്നെ ഏൽപ്പിച്ച കാര്യം എന്തായിന്ന്. എന്ത് ഏൽപ്പിച്ച കാര്യം? എടോ ഞാനില്ലാത്ത നേരം നോക്കി സുഗന്ധവല്ലിയോട് എന്നെ കുറിച്ച് പൊക്കി പറയാൻ പറഞ്ഞ കാര്യം. അതിന് താരപ്പുറം സുഗന്ധാന്റിന്റെ പിന്നിലല്ലേ, അപ്പൊ അങ്ങനെ ഞാൻ പൊക്കി പറയാനാ. എന്ത് ചെയ്യാനാ? എന്നിട്ട് പിന്നെ ആകെ ഒരു സമയം കിട്ടിയത് ഇന്നലെ സുഗന്ധാന്റി ബാത്റൂമിലൊന്ന് പോയത്. എന്നിട്ട് പറഞ്ഞോ? ബാത്റൂമിലൊക്കെ കയറി പൊക്കി പറയുന്നത് മോശമല്ലേ? അല്ല ഇവിടെ അല്ല 3 ദിവസേരാ ഞാനും സുഗന്ധവല്ലിയും മാത്രല്ലേ ഉള്ളൂ. 3 പേർക്ക് ഇരുന്ന് പഠിക്കാൻ. എടോ ഞാനും സുഗന്ധവല്ലിയും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു കസേര തന്നെ ധാരാളമാണ്. പിന്നെ ട്യൂട്ടോറിയൽ കോളേജ് അല്ലേ, മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. വളരെ പണിപ്പെട്ടിട്ടാണ് അണ്ണാ തുളസി ഈ കോളേജിൽ സീറ്റ് കിട്ടിയത്. എന്ത് തുളസിയോ? അതെ, പുതിയ സ്റ്റുഡന്റിന്റെ പേരാണ് തുളസി. ഓ എന്നാ താനും കാര്യം കസേര അങ്ങോട്ട് പോയിട്ട് എഴുതി അപ്പുറത്ത്. ഇവിടെ തുളസി, ഇവിടെ സുഗന്ധവല്ലി, ഇവിടെ ഞാനിങ്ങനെ ഇരുന്ന് പഠിച്ചോളാം. ആട്ടെ, സുഗന്ധവല്ലി അപ്പൊ എത്തും? ഓ ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തില്ലല്ലോ. താനൊരു കാര്യം ചെയ്യും, ഞാൻ ഒരു മസാല ദോശ കഴിച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു വാ. ഒരു മസാല ദോശ കഴിക്കാൻ എനിക്ക് 1 മിനിറ്റ് വേണ്ട. അപ്പൊ 1/2 മണിക്കൂറിൽ 30 മസാല ദോശ കഴിക്കോ? ഓ താനൊരു കാര്യം ചെയ്യും, ഇവിടെ അങ്ങ് ദൂരെയുള്ള ആ കടയിൽ പോയിട്ട് അവിടെ മസാല ദോശ കഴിക്കും. അതും ഉണ്ടാക്കി വെച്ച മസാല ദോശ കഴിക്കണ്ട, പുതിയ മസാല ദോശ ഓർഡർ ചെയ്യണം. എന്നിട്ട് ഫാസ്റ്റായി കഴിക്കരുത്, സ്ലോലി കഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂറല്ല 1 മണിക്കൂർ കഴിഞ്ഞോ കേട്ടോ. ശ്യാമവർണ്ണ മോഹിനി കടോര തുളസി വരുന്നുണ്ടോ? ഓ ഞാൻ പ്രിപ്പയർ ചെയ്തില്ലല്ലോ. താനൊരു കാര്യം ചെയ്യും, ഞാനിവിടെ ഒരു ടൈപ്പ് പോസ് ഇട്ടാണ് ഞാൻ നിൽക്കും, താൻ എന്നെ കുറിച്ച് പൊക്കി അടിച്ചോളാം. ഓക്കെ. ഇത് സുധാകരൻ, നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി സുധാകരൻ തുളസി. ഇതാണോ? ആ ഇതാണ്. എന്താണ് ഉദ്ദേശം? എന്ത് പഠനം? എന്തു പരിപാടനം? തന്നെ കണ്ടാൽ അറിയാം താൻ ഇംഗ്ലീഷ് പഠിക്കേണ്ട ആളാണ്. താനൊരു കാര്യം ചെയ്യേ, അവിടെ ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട്, ഒരു ഇംഗ്ലീഷ് ട്യൂട്ടോറിയൽ കോളേജ്. അത് അടിപൊളി, അവിടെ ഇംഗ്ലീഷ് സാർ. താൻ അവിടെ പോയിട്ട് ഇംഗ്ലീഷ് പഠിക്കും. ഇംഗ്ലീഷ് ഞാൻ പഠിക്കും. അതെന്താ ഇംഗ്ലീഷ് പഠിച്ചിട്ട്? ഇംഗ്ലീഷ് തീരെ ശരിയല്ല. അതെന്താ ശരിയല്ലാത്തത്? എന്റെ പ്രൊഫസർ എന്നെ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് തീരെ ശരിയല്ല. അതെന്താ? ഒരിക്കലും ഞാൻ എന്റെ ഇംഗ്ലീഷ് പ്രൊഫസറിനോട് കുറേ നേരം ഇംഗ്ലീഷ് സംസാരിച്ചു. കുറേ നേരം ഇംഗ്ലീഷ് കേട്ടിട്ട് പ്രൊഫസർ പറയാ ഇംഗ്ലീഷ് തീരെ ശരിയല്ല, ഞാൻ ഇംഗ്ലീഷ് പഠിക്കണ്ട. ആണേ പിന്നെന്താ മലയാളം പഠിക്കാൻ? ആരോടുള്ള സ്നേഹം കൊണ്ട്? മലയാള ഭാഷയോടുണ്ട്. മലയാള ഭാഷയുള്ള സ്നേഹം കൊണ്ടല്ല, പിന്നെ മലയാള ഭാഷ പഠിക്കുന്ന സുഗന്ധവല്ലി ഓള മലയാള പുസ്തകം പഠിച്ചോണ്ട് വന്ന കണ്ട എന്റെ പൊന്ന് സുധാകര. അങ്ങനെ വിളിക്കാമല്ലോ. അളിയൻ എനിക്കൊരു സഹായം ചെയ്യണം. എന്താണോ? ഞാനും സുഗന്ധവല്ലി തമ്മിൽ പ്രേമാണെന്ന് അച്ഛനോട് പറയണോ? അച്ഛനോട് പറയണ്ട, പിന്നെ അച്ഛൻ മരിച്ചു പോയി, അച്ഛനോട് പറഞ്ഞ കാര്യം അളിയൻ സുഗന്ധവല്ലിയോടൊന്ന് പറയണം. ഓ ആയിക്കോട്ടെ, അതിനെന്താ അറിയാ. ആരെയും എനിക്കൊരു ഹെൽപ്പ് വേണം. ഞാനും സുഗന്ധവല്ലിയും ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം സുഗന്ധവല്ലിയോടൊന്ന് പറഞ്ഞു. ഇല്ലല്ലോ. ഞാൻ ഇപ്പോഴാ ഓർത്തത്.
മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പുതിയ സ്റ്റുഡന്റ് ആണ് അല്ലേ? സ്റ്റുഡന്റ് ആണ്. ഇരിക്കണോ അവിടെ? മാറിയിരിക്കണം. ഇങ്ങോട്ട് മാറിയിരുന്നു. എന്റെ വിദ്യാർത്ഥികൾ സാമാന്യബോധമുള്ളവരായിരിക്കണം എന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. എന്താ മുട്ടിയിരിക്കുന്നത്? എന്താ കാന്തോ? യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു ക്വിസ് മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വിസ് മത്സരത്തിൽ എന്റെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. അപ്പോൾ ഈ ക്വിസ് മത്സരത്തിൽ ചോദിക്കുവാൻ ചാൻസ് ഉള്ള ഞാൻ പങ്കെടുത്തോളാം സാർ. എന്തായാലും ഞാൻ ഈ മറൈൻ ഡ്രൈവിലും കോഴിക്കോടും ആലപ്പുഴയിലൊക്കെ പോയിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് ക്വിസ് മത്സരത്തിന്. വായി നോക്കാൻ പോയ കഥയല്ല ചോദിച്ചത്. എടോ മണ്ടന്മാരെ, എനിക്ക് ക്വിസ് മത്സരമല്ല ക്വിസ് മത്സരം. ഇതിന് വളരെ നിസ്സാരം എന്ന് തോന്നാമെങ്കിലും വളരെ എളുപ്പമുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കാം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യുകയാണെങ്കിൽ, ഉത്തരം കൃത്യമായി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അയക്കും. ആൻസർ പറഞ്ഞില്ലെങ്കിൽ എന്താ? ക്ലാസ്സും ഇല്ല, ഫീസും ഇല്ല. ഔട്ട്. എന്താ സാറേ ഇവര് ക്ലാസ്സും ഉണ്ടാവില്ല ഫീസും ഉണ്ടാവില്ല? സൈലൻസ്. അപ്പോൾ ഈ ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ചെയ്യുകയാണ്. ആദ്യമായി നമുക്ക് വാക്യത്തിൽ പ്രയോഗം. സാർ എന്താണ് വാക്യത്തിൽ പ്രയോഗിക്കാൻ? ഞാൻ വാക്യമെല്ലാം പറഞ്ഞോ? ഇല്ല. ഇനി എന്ത് പറഞ്ഞാൽ ആദ്യത്തെ വാക്ക് ഞാൻ പറയാം. വളരെ നിസ്സാരമായ വാക്കാണ്. വളരെ നിസ്സാരമാണ് എങ്കിൽ കൃത്യമായ ഉത്തരം പറയണം. ഉത്തരം മുട്ടി. സുഗന്ധവലി പറയണ്ട. സുഗന്ധവലി ഇരിക്കൂ. സുഗന്ധവലി ഇരിക്കൂ. പറയൂ. ഞാൻ ഒരു ദിവസം മച്ചിന്റെ മുകളിൽ കയറിയപ്പോൾ എന്റെ തല ഉത്തരം മുട്ടി. എന്നിട്ട് തല മുടച്ചു. ഇടോ മണ്ടൻ, പോയിരിക്കണോ അവിടെ? വളരെ എളുപ്പമുള്ള ചോദ്യം ചോദിക്കുകയാണ്. വീണ്ടും ഇത് വളരെ സിമ്പിൾ ആണ്. എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. ചോദ്യങ്ങളൊക്കെ ഞാൻ മറന്നു പോകുന്നു. നോക്കിയേക്കാം, തെറ്റുവരരുത്. എളുപ്പമുള്ള ചോദ്യങ്ങൾ ഞാൻ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. നീങ്ങിരിക്കണം. ഇടി വെട്ടിയവനെ പാമ്പ് പിടിച്ചു. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. സുഗന്ധവലി ഇരിക്കൂ. പറയണം. ഒരാൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അയാളുടെ തലയിൽ ഇടിവെട്ടി. അതുവഴി ഇഴഞ്ഞു പോയിരുന്ന ഒരു പാമ്പ് അയാളെ കടിച്ചു. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു. അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ട്. തീർന്നോ? ഇല്ല സാർ, സീരിയസ് ആണ്. വാക്യത്തിൽ പ്രയോഗം നിർത്തി. മഞ്ചരിയുടെ ലക്ഷണം പറയുക. സുഗന്ധവല്ലി പറയണ്ട. സുഗന്ധവല്ലി ഇരിക്കും. പറയൂ. അല്ല സാർ, ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇതുവരെ പഠിക്കാനല്ല സാർ. പുതിയ വിദ്യാർത്ഥി പറയും. ഈ മഞ്ചരിക്ക് അങ്ങനെ വലിയ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അമ്പി കൊടുക്കലരി, പച്ചരി, ഉണക്കലരി എന്നൊക്കെ പറയില്ല. അതുപോലത്തെ അരി സാർ. കൊണ്ടുപോയി ഇരിക്കണോ? വൃത്തത്തിന്റെ ചോദ്യങ്ങളോട് അവസാനിക്കുകയാണ്. ഇനി ഞാൻ വളരെ നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് വൃത്തം പറഞ്ഞുതരാം. ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്തിമാം രണ്ടക്ഷരം കുറഞ്ഞിടുകയിൽ അത് മഞ്ചരിയായി. പഠിച്ചോ? എന്താണോ? സുഗന്ധവല്ലിക്ക് അറിയാം. കുട്ടി പറയൂ. ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്തിമം രണ്ടക്ഷരം കുറഞ്ഞിടുകയിൽ അത് മഞ്ചരിയായി. പഠിച്ചോ? സാർ ഒരു വട്ടം കൂടി പറഞ്ഞതിനാണ് ഇരിക്കണോ? സുഗന്ധവല്ലിയെ നോക്കി പഠിക്കണോ? എങ്ങനെയാണ് അതൊക്കെ ചെയ്യേണ്ടത്? എടോ, വായി നോക്കാനല്ല പറഞ്ഞ, കേട്ട് പഠിക്കാൻ ഉദ്ദേശിച്ചു. ഞാൻ ഒന്നും കൂടെ പറയാം. ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞിടും അത് മഞ്ചരിയായി. പഠിച്ചോ? പറയും. സാർ ആദ്യത്തെ ഭാഗമൊന്നും കിട്ടുന്നില്ല. ആദ്യത്തെ ഭാഗം കുഴപ്പമില്ല. പഠിച്ച ഏത് ഭാഗം അറിയാമോ? അവസാനത്തെ പോർഷൻസ്. ശരി, അവസാനത്തെ ഭാഗം. അത് മഞ്ചരിയായി. ഇതും മഞ്ചരിയായി. ഏത് മഞ്ചരിയായിടും? അത് മഞ്ചരിയാവും, ഇതും മഞ്ചരിയോ? കോപ്പി അടിക്കൊന്നും വേണ്ട.
ചിന്തിക്കണ്ട. ഇനി അടുത്തത് നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. വളരെ നമ്മുടെ ഈ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. മഹാകവി കാളിദാസന്റെ ശാകുന്തളം നാടകത്തിലെ നായികയുടെ പേരെന്ത്? സുഗന്ധവല്ലി ഇരിക്കൂ, സുഗന്ധവല്ലി പറയണ്ട, സുഗന്ധവല്ലി ഇരിക്കൂ. സർ, ഒരു ക്ലൂ കിട്ടിയിരുന്നെങ്കിൽ. ക്ലൂ? ശരി. മഹാകവി കാളിദാസന്റെ ശാകുന്തളം നാടകത്തിലെ നാരീരത്നത്തിന്റെ പേരെന്ത്? സർ, ഒരു ക്ലൂ കൂടി. എന്താ ഞാൻ കൂടി പരിപാടിയാണ്. ബ്ലൂ ബ്ലൂ എന്ന് പറയാം. ഞാനിത് നിങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു മഹാകവി മഹാനായ ചിത്രകാരൻ ഇതൊരു ആലേഖനം ചെയ്തിട്ടുണ്ട്, രാജാ രവിവർമ്മ. അപ്പൊ ആ പോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അതായത് രാജാ രവിവർമ്മ കൃത്യമായി ഈ നാരീരത്നത്തിനെ ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ആ പോസ് ഞാൻ ആ പോസ് നിങ്ങളെ കാണിച്ചിട്ടാണ്. പോസ് എത്തിച്ചോളൂ. ഹനുമാൻ, യേശുക്രിസ്തു, വിവേകാനന്ദൻ, കണ്ടോടാ, പിയൂണാണെങ്കിൽ കണ്ടുപിടിക്കടാ. കൃത്യമായ ഉത്തരം പറഞ്ഞു. പിന്നെ നീ ശകുന്തള ചേച്ചി എന്നൊന്നും പറയണ്ട, ശകുന്തള എന്ന് പറഞ്ഞാൽ മതി. സാറേ, അതല്ല സാറേ, സാറിന്റെ ഭാര്യ ശകുന്തള ചേച്ചി കൊണ്ട് പോയിട്ടുണ്ട് സാറേ. എന്തിന്? സാറിന്റെ അളിയൻ കേടിക്കാണ്ടനും സാറിന്റെ മകനാശനുണ്ട് കൂടെ. എന്തിനാണ് നമ്മൾ വരുന്നത്? സാറിന്റെ വിദ്യാർത്ഥിനി സാർക്ക് പ്രേമനം നടന്ന അവര് പറയുന്നത്. എനിക്ക് ഏത് വിദ്യാർത്ഥി എപ്പോ എഴുതി എങ്ങനെ എഴുതി അതെനിക്കറിയില്ല സാറേ, അവര് വരുന്നുണ്ട്. അച്ഛൻ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നു. അച്ഛനൊക്കെ അച്ഛനാണോ? അച്ഛ ഈ കത്ത് കണ്ടില്ലേ മോനെ? പങ്കജാക്ഷ, കത്തിക്ക് താടാ മോനെ. ഷട്ടപ്പച്ച. അച്ഛനാ പറയുന്നത് കത്തിക്ക് താടാ മോനെ. ഷട്ടപ്പച്ച. എന്താ ഈ സംസാരം? ഈ നിൽക്കുന്ന പെന്തച്ചുണ്ടല്ല മോനെ, നീ വായിരുന്നു അങ്ങോട്ട് കത്ത്. നിന്റെ അമ്മാവിനെ കൊടുക്കണ കത്ത്. എന്താണ് അത്രയ്ക്ക് വൃത്തികേടാണ് ഇവിടെ കത്തില്? അറിയില്ലല്ലോ. നീ മേടിച്ച് വായുടെ കത്ത്. എന്റെ കരളിന്റെ കരളായ മലയാളം സാറേ. എന്തോ പറയുന്നു മലയാളം സാറേ. ഇവിടെ ഈ മലയാള നാട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്രയും കരളിന്റെ കരളായ സാറ് സൗത്ത് ഇന്ത്യയിൽ അച്ഛൻ മാത്രമേ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മലയാളം ക്ലാസ്സിലേക്ക് മാറിയത് സാറിനെ എന്നും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. എടീ, ആദ്യമൊക്കെ എന്നോട് സംസാരിക്കാനും ആരുമില്ലാതെ എനിക്ക് തനിച്ച് ക്ലാസ് എടുക്കാനും എന്ത് ഉത്സാഹമായിരുന്നു. നമ്മുടെ സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെ ചില തോന്നന്മാർ ഇവിടെ പഠിക്കാനെത്തിയതോടെ ആ സുഖവും എനിക്ക് നഷ്ടപ്പെട്ടു. അച്ഛനല്ലാതെ വേറെ ഏത് തോന്നന്മാർ അമ്മാവാ? ഈ കത്ത് ഇവിടെ എഴുതി തന്നെ. ഒടുക്കം ബസ് സ്റ്റാൻഡിന് പിന്നിലുള്ള സൽക്കാര ലോഡ്ജിലെ
ശ്മശാനം എന്ന് പറഞ്ഞാലും ശശ്മാനം എന്ന് എഴുതുന്ന ഒരേ ഒരു വിദ്യാർത്ഥിനിയെ ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ കത്തിക്ക് നാളാ പങ്കജാശ, നിനക്ക് എവിടെ നിന്നായി കത്ത് കിട്ടിയതാ? അച്ഛന്റെ മേശയിൽ മോൻ അച്ഛന്റെ ഡ്രോ തുറന്ന് കത്തെടുക്കോ? എടുക്കാച്ച കത്തെടുക്കോ? എടുക്കാച്ച നിങ്ങൾ എന്തിനാ എന്റെ മോനെ അടിച്ച് ഈ കത്ത് എഴുതി ഇവിടെ അടിക്കണേ? കത്തെഴുതിയ ആളെ ഞാൻ തല്ലണം അല്ലേ? ആ കത്ത് എഴുതിയ ആളെ തല്ലണം.